ഈ ടിൻഡുവിന്റെ ഒരു കാര്യം. എന്തു പറ്റി? ഇത്രയും കാലം ഭക്ഷണം വെട്ടി വിഴുങ്ങിക്കൊണ്ടിരുന്ന ചെക്കനാ ഇപ്പൊ പട്ടിണിയാ. പട്ടിണിയോ? എന്തു പറ്റി ശശി? നിന്റെ ബിസിനസ് എല്ലാം പൊട്ടിയോ? അതൊന്നുമല്ല ഏട്ടാ, അവനിപ്പോ പ്രകൃതി ചികിത്സയിലാ. അതെന്നാ കൂത്താ? അതൊരു ചികിത്സാ രീതിയാ. ദ്വീപ് വണ്ണം കുറയ്ക്കുന്നതിന് വേണ്ടി ഇപ്പോൾ അതിന്റെ ചികിത്സയിലാ. ബീഫും പൊറാട്ടായും മൂക്കുമുട്ട കേറ്റുന്നവനാ. അവന്റെ മനസ്സ് എങ്ങനെ മാറി? അതിനാ ചേട്ടനെ വിളിപ്പിച്ച്. എടാ ടിൻഡു, ഇങ്ങനെ പട്ടിണി കിടന്നാലേ പല രോഗങ്ങളും വരും. അതുകൊണ്ട് ഈ ഉപവാസം അങ്ങ് നിർത്തിയേക്ക്. ശരി ശരി. ഇത്രയും വേഗം സമ്മതിച്ചോ? റപ്പായി ചേട്ടന്റെ ഉപദേശം കൊണ്ടൊന്നല്ല. അവൻ ഉപവാസം നിർത്താൻ വേറൊരു കാരണമുണ്ട്. നമ്മുടെ ഡുണ്ടു അവളുണ്ടാക്കിയ പുഡിങ് കഴിക്കാൻ അവനെ വിളിച്ചിട്ടുണ്ട്. ശരിയാ, അവന് പുഡിങ് പണ്ടേ വീക്ക്നെസ്സാ. ഹോ, നീ ഉണ്ടാക്കിയ പുഡിങ് അടിപൊളി. എനിക്കൊരു കാര്യത്തിലേ സങ്കടമുള്ളൂ. പണ്ട് നീ എന്ത് കഴിക്കുമ്പോഴും പകുതി എനിക്ക് തരുമായിരുന്നു. ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. നീ ഇപ്പൊ പാചകത്തില് വളരെ അധികം മെച്ചപ്പെട്ടു മോളെ. അതുകൊണ്ടല്ല നിനക്ക് തരാത്തത്.